Recording in Praise. Hallelujah. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയോട് വേർതിരിക്കപ്പെട്ട അഭിഷക്തനോടൊപ്പം ദൈവസന്നിധാനത്തിങ്കിലായിരിക്കാൻ സ്വർഗം എന്റെ മേൽ ചൊരിഞ്ഞ കൃപയ്ക്ക് ഞാൻ ദൈവസന്നിധാനത്തിങ്കിൽ സ്തുതിയും സ്തോത്രവും അർപ്പിച്ച് ദൈവപാദത്തിങ്കിൽ എന്നെ വിനയപ്പെടുത്തുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസഭയോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമാണ്. നിങ്ങളേവരും കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ സാഹചര്യങ്ങളിൽ ദൈവം പകരുന്ന കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ആശങ്കകൾ നേരിടുന്ന ദിവസങ്ങളാണല്ലോ മുമ്പിലുള്ളത്. എങ്കിലും ദൈവം ലോകത്തിന്, രാജ്യത്തിന് തന്നെ സമാധാനവും സ്വസ്ഥതയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ വേഗത്തിൽ കാര്യങ്ങൾ ക്രമത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരുടെയും വിഷയങ്ങളിൽ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സന്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അഭിഷേകത്തിനെ ദൈവത്തോളം ബലപ്പെടുത്തിയല്ലോ. മേലാലും ശക്തീകരിപ്പാൻ ശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് കർത്തൃ സന്നിധാനത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ ധ്യാനത്തിനായി ഞാൻ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. നമ്മുടെ ധ്യാനത്തിനായി ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: തന്റെ അമ്മയുടെ സഹോദരനായ ലാബാന്റെ മകൾ റാഹേലിനെയും അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. ഞാൻ അതിലെ ഒരു ഭാഗം പ്രത്യേകം എടുത്തു പറയട്ടെ. റാഹേലിനെയും ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്തു ചെന്ന് കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടി അമ്മയുടെ സഹോദരനായ ലാബാന്റെ ആടുകൾക്ക് വെള്ളം കൊടുത്തു. റാഹേലിനെയും ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ്. ഇന്ന് പകൽക്കാലം ധ്യാനിക്കുന്ന വിഷയം അവിടെയാണ്. ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായത്തിന്റെ പശ്ചാത്തലം നമുക്കറിയാം. യാക്കോബ് ഇസഹാക്കിന്റെ ഗ്രഹം വിട്ട് അമ്മയുടെ നിർദ്ദേശാനുസരണം ലാബാന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. അങ്ങനെ ലാബാന്റെ വീട് നിൽക്കുന്ന ഹാരാനിൽ, അല്ലെങ്കിൽ കിഴക്കരുടെ ദേശത്തേക്ക് യാക്കോബ് കടന്നു വന്നു. കിഴക്കരുടെ ദേശത്തെത്തിയപ്പോൾ 29-ാം അധ്യായം, ബൈബിൾ ഉള്ളവരൊക്കെ അത് തുറന്നാൽ വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. 29-ാം അധ്യായത്തിന്റെ പ്രാരംഭം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: പിന്നെ യാക്കോബ് പ്രയാണം ചെയ്ത് കിഴക്കരുടെ ദേശത്തെത്തി. അടുത്തത്, അവൻ വെളിംപ്രദേശത്ത് ഒരു കിണർ കണ്ടു. വെളിംപ്രദേശത്ത് ഒരു കിണർ കണ്ടു. അതിനരികെ 3 ആട്ടിൻകൂട്ടം കിടക്കുന്നു. ആ കിണറ്റിൽ നിന്നായിരുന്നു ആട്ടിൻകൂട്ടങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത്. എന്നാൽ കിണറ്റിന്റെ വായ്ക്കലുള്ള കല്ല് വലുതായിരുന്നു. 4-ാം വാക്യം, 7-ാം വാക്യം, പകൽ ഇനിയും വളരെയുണ്ടല്ലോ, കൂട്ടം ഒന്നിച്ചു കൂടുന്ന നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തു കൊണ്ടുപോയി തീറ്റുവീനെന്ന് അവൻ പറഞ്ഞു. 8-ാം വാക്യം, കൂട്ടങ്ങളൊക്കെയും കൂടുവോളം ഞങ്ങൾക്ക് വയ്യ. അവർ കിണറ്റിന്റെ വായ്ക്കൽ നിന്ന് കല്ലുരുട്ടും, പിന്നെ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കും എന്ന് പറഞ്ഞു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റാഹേൽ വരികയാണ്. നമുക്ക് ഇവിടെ ഒരു കിണർ കാണാൻ കഴിയും. ആ കിണറിന് 1-2 വ്യത്യസ്തതകളുണ്ട്. സാധാരണമായി കിണറിന്റെ ചുറ്റും വീടുകളും കിണറിന്റെ ചുറ്റും കൃഷികളും ഒക്കെ കാണുവാൻ കഴിയും. പക്ഷെ ഈ കിണറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കിണറിന്റെ ചുറ്റുപാട് മുഴുവൻ വെളിം പ്രദേശമായി, ആ കിണറിന്റെ യാതൊരു നന്മയും ലഭിക്കാതെ അവിടെ വെളിംപ്രദേശമായി കിടക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഞാൻ അതിലെയല്ല വിശദീകരിക്കുന്നത്. എന്നാൽ ആ കിണറിന്റെ വായ്ക്കൽ 3 കൂട്ടമായിട്ട് ആട്ടിൻകൂട്ടങ്ങൾ അവിടെ കിടക്കുകയാണ്. ഈ ആട്ടിൻകൂട്ടങ്ങൾ അവിടെ കിടക്കുന്നതിന്റെ കാരണം, ഈ ആട്ടിൻകൂട്ടങ്ങൾ ക്ഷീണിതരായി കിടക്കുകയാണ്. ആ ആടുകൾ കിടക്കുന്നത് ആ ക്ഷീണം കൊണ്ടാണ്. അവർക്ക് ഇനിയും പകൽ ഒത്തിരി സമയമുണ്ട്. അവർക്ക് വേണമെങ്കിൽ പോയി അവർക്ക് വീണ്ടും മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോയി പുല്ലുകളെ തിന്നാം, അവർക്ക് മേയാം. പക്ഷെ അവർക്ക് മേയാൻ കഴിയാതെ വണ്ണം അവർ കിടക്കുകയാണ്. എന്താണ് അവർ കിടക്കുന്നതിന്റെ കാരണമെന്ന് നമ്മൾ അന്വേഷിച്ചാൽ, അവർക്ക് അവിടെ നിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഒരല്പം വെള്ളം കുടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. പക്ഷെ അവർക്ക് മുൻപോട്ട് പോകാൻ്റെതിന്റെ ആവശ്യകതയായ ആ കിണർ ഇപ്പോൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ആ കിണർ അടയപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഈ കിണറ്റിൽ നിന്ന് വെള്ളം
കുടിച്ചാലേ പറ്റത്തുള്ളൂ. പക്ഷെ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു നിശ്ചിത സമയത്ത് മാത്രമേ ഈ കിണർ തുറക്കത്തുള്ളൂ. എപ്പോഴാണ് കിണർ തുറക്കുന്നത്? അവിടെ നാട്ടുകാരെല്ലാവരോടെ കൂടി, പഞ്ചായത്തുകാരെല്ലാം കൂടെ കൂടി ഒരു നിയമം വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് മാത്രമേ ഈ കിണർ തുറക്കത്തുള്ളൂ. അതുവരെയും മനുഷ്യനെല്ലാം അവിടെ കാത്തു കെട്ടിക്കിടക്കണം. ഇതാണ് അവിടുത്തെ പശ്ചാത്തലം. ആകയാൽ ഈ ആടുകൾക്ക് വേണ്ടവണ്ണം മേയാനോ ഭക്ഷിപ്പാനോ ഒന്നും കഴിയാത്ത അവസ്ഥയാണ്. ചില സിസ്റ്റങ്ങൾ, ചില ട്രഡീഷനുകൾ, ചില ആചാരങ്ങൾ, ചില അവസ്ഥകൾ മനുഷ്യന്റെ വിശാലതയെയും വളർച്ചയെയും തടയുകയാണ്. മാത്രമല്ല, ഈ കിണർ ചിലർ അധികാരം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ വന്നിട്ട് തുറക്കാവൂ, ഇത്ര മണിക്കേ തുറക്കാവൂ. ഇത് അവരുടെ ഒരു അധികാരമാണ്. ചില ഉറവുകളുടെ മേൽ, ദൈവജനം അനുഭവിക്കേണ്ടിയ നന്മയുടെ ഉറവുകളുടെ മേൽ ചിലർ അധികാരം പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഞാനൊരു കാര്യം ആഴമായി പറയട്ടെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ഉറവുകളുടെ മേൽ ഒരു ദൈവികമല്ലാത്ത ഒരു അതോറിറ്റിയും ഉണ്ടാകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ചിലരെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില മാനുഷിക ബന്ധങ്ങളിൽ അവരുടെ ഉറവകൾ നിയന്ത്രിക്കപ്പെടുകയാണ്. ചിലരെ ചിന്തിച്ചു കഴിഞ്ഞാൽ ചില ട്രഡീഷനകത്ത്, പാരമ്പര്യത്തിനകത്ത് അവരുടെ ഉറവുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. ചിലരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ചില സ്പിരിച്വൽ ലീഡർഷിപ്പുകൾക്കകത്ത് പോയി, ചില കൾട്ട് സിസ്റ്റങ്ങൾക്കകത്ത് പോയി ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവര് കല്ലുരുട്ടിയാലേ ഞങ്ങൾ വെള്ളം കുടിക്കത്തുള്ളൂ, അവര് പറഞ്ഞാലേ ഞങ്ങൾ വെള്ളം കുടിക്കത്തുള്ളൂ. ഞങ്ങളുടെ ഉറവുകളുടെ മുകളിൽ കല്ലുരുട്ടി വെക്കുന്നതും കല്ലുരുട്ടി മാറ്റുന്നതും ഞങ്ങളുടെ ലീഡർഷിപ്പാണ്. നോ, ഇന്ന് പറയട്ടെ, അങ്ങനെ ഒരു കല്ല് നമ്മുടെ ഉറവുകളുടെ മുമ്പിൽ ഉണ്ടാകരുത്, നമ്മുടെ ഉറവുകളുടെ മുമ്പിൽ ഉണ്ടാകരുത്. അങ്ങനെ ഒരു ഉറവ അവിടെ നിൽക്കുകയാണ്. റാഹേൽ ഇവിടെ വരികയാണ്. റാഹേലും എന്താണ് ചെയ്യേണ്ടി വരുന്നതെന്ന് അറിയാമോ? അവിടെ കാത്തിരിക്കണം. വെള്ളം കിട്ടുന്നിടം വരെ അവിടെ ഇരുന്നിട്ട് എപ്പം കല്ലുരുട്ടുന്നുവെന്ന് കാത്തിരുന്ന് കല്ലുരുട്ടി കഴിയുമ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിച്ചിട്ട് പോവുക എന്നുള്ളതാണ് റാഹേലിന്റെ മുമ്പിലും പറഞ്ഞിരിക്കുന്ന വിധി. പക്ഷെ അന്നേ ദിവസത്തിൽ യാക്കോബ് അവിടെ എത്തി. യാക്കോബ് എത്തിയപ്പോൾ അവിടുത്തെ സിസ്റ്റം മാറുവാൻ തുടങ്ങി, ട്രഡീഷൻ മാറുവാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ സിസ്റ്റം ചേഞ്ച് ആകും, ട്രഡീഷൻ ചേഞ്ച് ആകും. ലീഡർഷിപ്പുകൾ, അതോറിറ്റികൾ, നമ്മുടെ മേൽ ഇട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാൻ കാരണമായി തീരും. ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: യാക്കോബ് റാഹേലിനെ കണ്ടപ്പോൾ, യാക്കോബ് റാഹേലിന്റെ ആടുകളെ കണ്ടപ്പോൾ ചെന്ന് കല്ലുരുട്ടി മാറ്റി ആടുകളെ കുടിപ്പിച്ചു. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. കർത്താവേ, അങ്ങ് ഞങ്ങളെ കുടിപ്പിക്കത്തക്കവണ്ണം, ഞങ്ങളുടെ മുൻപാകെ ചില കല്ലുകൾ ഉരുട്ടി മാറ്റത്തക്കവണ്ണം, ചില ട്രഡീഷനുകൾ പൊളിയത്തക്കവണ്ണം, ചില അതോറിറ്റീസിനെ ഓവർകം ചെയ്യത്തക്കവണ്ണം ഞങ്ങൾക്ക് വേണ്ടി ഹോലി സ്പിരിറ്റ്, ഞങ്ങൾക്ക് വേണ്ടി ചില കല്ലുകളെ ഉരുട്ടി മാറ്റത്തക്കവണ്ണം ഞങ്ങളെ ഒന്ന് നോക്കണമേ, ഞങ്ങളെ ഒന്ന് കാണണമേ, ഞങ്ങളെ ഒന്ന് അറിയണമേ. കണ്ടോ, ഇവിടെ പറയുകയാണ്, യാക്കോബ് റാഹേലിനെ കണ്ടപ്പോൾ, യാക്കോബ് റാഹേലിനെ കണ്ടപ്പോൾ അവൻ അവളുടെ ഉറവയുടെ കല്ലുകളെ ഉരുട്ടി മാറ്റി അവൾക്ക് വെള്ളം കൊടുക്കുകയാണ്. ഹാഗാർ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവളുടെ ജീവിതത്തിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൾ 16-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ അവിടെ അവൾ ദൈവത്തിനൊരു പേർ വിളിക്കുകയാണ്. എന്നെ കാണുന്ന ദൈവം എന്ന് പറയുകയാണ്, അല്ലെങ്കിൽ എൽ റോയി എന്ന് പറയുകയാണ്. അവൾ അവിടെ പറയുകയാണ്, ദൈവം എന്നെ കാണുന്നുവെന്ന്. ദൈവം എവിടെ വെച്ചാണ് ഇവളെ കാണുന്നത് എന്നറിയാമോ? അതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അതുകൊണ്ട് ആ കിണറ്റിന് ബേർ ലഹൈ റോയി എന്ന പേരായി, അത് കാദേശിനും ബേരേദിനും മധ്യേ ഇരിക്കുന്നു. ഇവിടെ ഇതൊരു ഭയങ്കര സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ഉള്ളത് കൊണ്ടാണ് ആ രണ്ട് സ്ഥലങ്ങളെയും പറയുന്നത്. കാദേശിനും ബേരേദിനും മധ്യേ ഇരിക്കുന്ന ഹാഗാറിനെ ദൈവം കണ്ടു. എന്നോട് ചേർന്നൊന്ന് പറയാമോ? കാദേശിനും ബേരേദിനും മധ്യേ ഇരിക്കുന്ന ഹാഗാറിനെ ദൈവം കണ്ടു. എന്താണ് ഇനിയും ഞാൻ പറയാം. കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം സാങ്ച്വറി എന്നാണ്, മന്ദിരം, സൂക്ഷിക്കപ്പെടുന്ന ഇടം.
സംരക്ഷിക്കപ്പെടുന്ന ഇടം, ആ മനോഹരമായിരിക്കുന്ന ഇടം, അതാണ് കാദേശ് എന്ന വാക്കിന്റെ അർത്ഥം. പിൽക്കാലത്ത് നാം ശ്രദ്ധിച്ചാലും അത്ഭുതങ്ങളുടെ സ്ഥലമാണ് കാദേശ്. എന്നാൽ ബേരേദ് എന്ന വാക്കിന്റെ അർത്ഥം ബ്രോക്കൺ എന്നാണ്. അതിന്റെ അർത്ഥം പൊളിഞ്ഞു പോയത്. അപ്പോൾ ഒരു കാദേശിൽ നിന്ന് ബേരേദിലേക്ക് മൂവ് ചെയ്യുകയാണ് ഹാഗാർ. എന്നാൽ കാദേശിൽ നിന്ന് ബേരേദിൽ എത്തുന്നതിന് മുന്നമേ അതിന്റെ മധ്യത്തിൽ വെച്ച് ദൈവം ഹാഗാറിനെ കണ്ടു. അമേൻ, അമേൻ. ബിറ്റ്വീൻ സാങ്ച്വറി ആൻഡ് ബ്രോക്കൺനെസ്. എന്റെ സഹോദരങ്ങളെ, അമേൻ, ഇത് ഹാഗാറിന്റെ ജീവിതത്തോട് ചേർത്ത് പഠിച്ചാൽ അബ്രഹാമിന്റെ വീട് ഹാഗാറിന് ഒരു സാങ്ച്വറി ആയിരുന്നു. അവിടെ പ്രസൻസ് ഉണ്ടായിരുന്നു, അവിടെ വേർഷിപ്പ് ഉണ്ടായിരുന്നു, അവിടെ സമാധാനം ഉണ്ടായിരുന്നു, അവിടെ അവൾക്ക് അംഗീകാരം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് അവൾ പുറത്താക്കപ്പെട്ട് അവൾ ബേരേദിലേക്ക് മൂവ് ചെയ്യുകയാണ്, ടു ദ ബ്രോക്കൺനെസ്. പക്ഷേ ആ ബ്രോക്കൺനെസ്സിൽ അവൾ എത്തുന്നതിന് മുന്നമേ ദൈവം അവളെ കണ്ടു. ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരോട് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് കൈമാറുകയാണ്. യു ആർ തിങ്കിങ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് അവേ ഫ്രം ദ സാങ്ച്വറി. കർത്താവേ, എന്റെ സുഖകാലം കഴിഞ്ഞു പോയോ? എന്റെ സ്വസ്ഥതയുടെ കാലം കഴിഞ്ഞു പോയോ? എന്റെ സാങ്ച്വറിയിൽ നിന്ന് ഞാൻ മാറിപ്പോവുകയാണോ? അയ്യോ, എന്റെ മുമ്പിൽ ഒരു ബേരേജ് വരികയാണല്ലോ, ഞാൻ പൂർണ്ണമായി ബ്രോക്കൺ ആവുകയാണല്ലോ, എന്റെ ഫിനാൻസ് ബ്രോക്കൺ ആവുകയാണല്ലോ, എന്റെ സ്പിരിച്വാലിറ്റി ബ്രോക്കൺ ആവുകയാണല്ലോ, എന്റെ ബന്ധങ്ങൾ ബ്രോക്കൺ ആവുകയാണല്ലോ അപ്പാ. പക്ഷെ നീ ആ ബ്രോക്കൺനെസ്സിന്റെ ആ പിറ്റിലെത്തുന്നതിന് മുമ്പേ, നീ ബേരേദിലെത്തുന്നതിന് മുന്നമേ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം, കാദേശിനും ബേരേദിനും മധ്യേ ഒരു കിണറുണ്ട്. ആ കിണറിന്റെ പേർ എന്നെ കാണുന്ന ഒരു ദൈവം എന്നാണ്. നീ ബേരേദിലെത്തുകയില്ല. നീ ബേരേദിലെത്തുന്നതിന് മുന്നമേ നിനക്ക് വേണ്ടി ഒരു കിണർ വെളിപ്പെടോ. അത് ദൈവം നിന്നെ കണ്ടു എന്നുള്ളതിന്റെ അടയാളമാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവാധികാരത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൂതിനെ കൈമാറുന്നു. നീ കാദേശിൽ നിന്ന് ബേരേദിലേക്ക് പോവുകയാണെന്ന് ലോകം നിന്നെ നോക്കി പറയുന്നു. നിന്റെ ലൈഫ് ഒരു ബേരേദിലെത്താൻ പോവുകയാണെന്ന് നിന്നെ കാണുന്നവർ പറയുന്നു. നിന്റെ ഫാമിലി ഒരു ബ്രോക്കൺനെസ്സിലെത്താൻ പോകുന്നു. നിന്റെ ഫിനാൻസ് ഒരു ബ്രോക്കൺനെസ്സിലെത്താൻ പോകുന്നു. നിന്റെ കുഞ്ഞുങ്ങൾ ഒരു ബ്രോക്കൺനെസ്സിലെത്താൻ പോകുന്നു. But today I prophesy to you in the kingdom authority, you will not reach the buried. Before that you shall see ഒരു ബെർലഹൈരോയി നീ കാണുക. നിന്നെ കാണുന്ന ഒരു ദൈവം. തിരുവെഴുത്ത് മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ ബേരേദ് ഒരു ഇൻസിഗ്നിഫിക്കന്റ് പ്ലേസ് ആണ് ഇന്ന്. അമേൻ. കാരണം ദൈവം തന്റെ ഭക്തന്മാരെ ആരെയും ബേരേദിൽ തള്ളിവിട്ടിട്ടില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ഭയങ്കരമായി, ഞാനിത് തൊട്ടുപോകേണ്ട വിഷയമാണ്, പക്ഷെ ഇതിനകത്തു നിന്ന് പരിശുദ്ധാത്മാവ് ഭയങ്കരമായി ദൈവം നിന്നെ ബേരേദിൽ വിട്ട് കളയത്തില്ല കുഞ്ഞെ. നീ ബേരേദിലെത്താൻ ദൈവം അനുവദിക്കത്തില്ല കുഞ്ഞെ. അഭിഷക്ത ദൈവ വൈതലേ, നീ ബേരേദിലെത്താൻ ദൈവം സമ്മതിക്കത്തില്ല. ബേരേദിലെത്തുന്നതിന് മുന്നമേ നിന്നെ കാണുന്ന ദൈവ നിനക്ക് വേണ്ടി ഒരു ഉറവ കാണിച്ചു തന്ന് നിന്നെ മാനിക്കുവാൻ ശക്തനാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, പരിശുദ്ധാത്മാവിന്റെ അടുക്കൽ നൽകുന്ന വലിയ കൺഫർമേഷന്റെ അകത്ത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നീ ബേരേദിലെത്തത്തില്ല. നീ പൂർണ്ണമായി തകർന്നു എന്ന് പറയുന്ന ഒരു സമയത്തെ കാണാൻ കാത്തിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ അവരവിടെ ഇരിക്കട്ടെ, പക്ഷെ നീ ബേരേദിലെത്തത്തില്ല. അതിനു മുന്നമേ നിന്നെ കാണുന്ന ദൈവമുണ്ടെന്നുള്ള അടയാളമായി ഒരു ഉറവ പുറപ്പെട്ടു വരും. ഹാഗാറിന്റെ അടുക്കൽ ഞാൻ ചോദിക്കണം, ഹാഗാർ, നിന്നെ ദൈവം കാണുന്നു എന്ന് എന്താ ഉറപ്പ്? നിന്നെ ദൈവം കണ്ടു എന്ന് എന്താ ഉറപ്പ്? നിന്നെ ബേരേദി കാണാനാ ഞങ്ങളെല്ലാം കാത്തിരുന്നേ. കാദേശിൽ നിന്ന് പുറപ്പെട്ട നീ, സാങ്ച്വറിയിൽ നിന്ന് തള്ളപ്പെട്ട നീ, അബ്രഹാം കൈയൊഴിഞ്ഞ നീ, ഉറ്റവരുടെ കൈമലർത്തിയ നീ,
നീ ബേരേതിലെത്തുമെന്നാ ഞങ്ങൾ ചിന്തിച്ചത്. പക്ഷേ നീ ഇപ്പം പറയുന്നു നിന്റെ ദൈവം നിന്നെ കണ്ടെന്ന്. എന്താ ഉറപ്പ്? ഹാഗാർ പറയും, ദേ നോക്ക്, ഈ കിണറ ദൈവം എന്നെ കണ്ടെന്നുള്ളതിന്റെ ഉറപ്പ്. ഈ ഉറവയാ ദൈവം എന്നെ കണ്ടെന്നുള്ളതിന്റെ ഉറപ്പ്. ഈ നന്മയുടെ ഉറവ നീ കണ്ടോ? എനിക്ക് വേണ്ടി തുറന്ന ഉറവ നീ കണ്ടോ? ദൈവം എന്നെ കാണിച്ചു തന്ന ഉറവ നീ കണ്ടോ? ഇതാ ഉറപ്പ്. എന്റെ ദൈവം എന്നെ കണ്ടെന്നുള്ളതിന്റെ ഉറപ്പ്. നിന്റെ ദൈവം നിന്നെ കണ്ടു എന്നുള്ളതിന്റെ ഉറപ്പ്. ഒരു ബേരേദല്ല, ഒരു കാദേശല്ല, ഒരു ബെർലഹൈരോയാണ്. കാദേശ് നഷ്ടപ്പെട്ടത് കൊണ്ട് ദൈവം നിന്നെ മറന്നുവെന്ന് ചിന്തിക്കരുത്. അതുകൊണ്ട് നീ ബേരേദിലെത്തുമെന്നും ചിന്തിക്കരുത്. ബിഫോർ ബേരേദ്, ബിറ്റ്വീൻ കാദേശ് ആൻഡ് ബേരേദ്, നീ വിശ്വസിക്ക. നിനക്ക് വേണ്ടി ഒരു ലഹൈരോയുണ്ട്, നിനക്ക് വേണ്ടി ഒരു ലഹൈരോയുണ്ട്, നിനക്ക് വലിയ ഒരു ലഹൈരോയുണ്ട്. ബെർലഹൈരോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ഞാൻ ഒന്നുകൂടെ പറയാം. അബ്രഹാമിന്റെ വീട്ടിലിരുന്ന കാലത്ത് ഹാഗാറിന്റെ അടുക്കൽ ആരും പറഞ്ഞിട്ടില്ല ഹാഗാർ നിന്നെ ദൈവം കാണുന്നുണ്ടെന്ന്. പക്ഷേ when she lost the house of Abraham, she sensed the Lord is seeing her. ദൈവം നമ്മളെ കാണുന്നു എന്നുള്ള ചില ഉറപ്പുകൾക്ക് വേണ്ടിയാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ചില ഉറപ്പുകൾക്ക് വേണ്ടിയാണ്. അവൻ നമ്മുടെ അപ്പനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അവൻ നമ്മളെ കരുതുന്നവനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. അവൻ നമുക്ക് എല്ലാറ്റിനും എല്ലാമാണെന്നൊന്ന് ഉറപ്പിച്ച് തരാൻ വേണ്ടിയാണ്. ഹോലി സ്പിരിറ്റ് അവൻ ചില കാദേശുകളെ പൊളിക്കുന്നത്, അവൻ ചില അബ്രഹാമിയ ഭവനങ്ങളെ പൊളിക്കുന്നത്. അവൻ ദൈവം നമ്മളെ കരുതുവാൻ ശക്തനാണെന്നുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ, നമ്മളെ കണ്ടാൽ ദൈവം നമ്മളെ കാണും. നമ്മളെ കണ്ടാൽ ദൈവം ചിലത് ചെയ്യും. യാക്കോബ് റാഹേലിനെ കണ്ടപ്പോൾ സിസ്റ്റത്തെ പൊളിച്ച്, പാരമ്പര്യത്തെ പൊളിച്ച്, ട്രഡീഷനെ പൊളിച്ച് ഒരു അൺടൈം ഡെലിവറൻസിനെ അവൾക്ക് കൊടുത്തു. ഒരു അൺടൈം നീരുറവയെ ദൈവം അവൾക്ക് കൊടുത്തു. ഹാഗാറിനെ ദൈവം കണ്ടു എന്നുള്ളതിന്റെ ഉറപ്പ് അവളുടെ ദാഹം തീർത്ത നീരുറവയായിരുന്നു. പക്ഷെ ഞാനൊന്ന് പറയട്ടെ, റാഹേലിനെ യാക്കോബ് കണ്ടു. പക്ഷെ റാഹേലിന്റെ കൂടെ ഒരു പെണ്ണ വീട്ടിലുണ്ടായിരുന്നു. ആ പെൺകൊച്ചിന്റെ പേര് ലേയ എന്നായിരുന്നു. പക്ഷെ യാക്കോബ് ലേയെ കണ്ടില്ല. യാക്കോബിന് ലേയെ കാണണ്ടായിരുന്നു. പക്ഷേ യാക്കോബിന് ലേയെ കാണണ്ടായിരുന്നെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 29-ാം അധ്യായം അതിന്റെ 31-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ലേയ അരിഷ്ട എന്ന് ദൈവം കണ്ടപ്പോൾ. റാഹേലിനെ കാണാൻ യാക്കോബ് ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ലേയെ കാണാൻ യാക്കോബ് ഇല്ലായിരുന്നു. ലേയെ കാണാൻ ദൈവം ഉണ്ടായിരുന്നു. ഹോലി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, റാഹേലിനെ കണ്ടപ്പോൾ യാക്കോബ് ഉറവ തുറന്നു കൊടുത്തു. എന്നാൽ ദൈവം ലേയെ കണ്ടപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? ലേയുടെ ഗർഭം തുറന്നു കൊടുത്തു. ഉൽപ്പത്തി പുസ്തകം 29:31. ലേയ അനിഷ്ട എന്ന് യഹോവ കണ്ടു, ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു കൊടുത്തു. ഞാൻ ഇങ്ങനെ പറയും, ഞാൻ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളതും എഴുതിയിട്ടുള്ളതുമായ ഒരു വാചകമാണ്. റാഹേലിന്റെ അടുക്കൽ ചോദിക്കണം, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന്. റാഹേല് പറയും, യാക്കോബിന്റെ ഹൃദയം എന്റെ കയ്യിലുണ്ടെന്ന്. ലേയുടെ അടുക്കൽ ചോദിക്കണം, നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന്. ലേയ പറയും, യാക്കോബിന്റെ ഹൃദയം എന്റെ കയ്യിലില്ല, പക്ഷേ യാക്കോബിന്റെ സന്തതിയെ ഭരിക്കാനുള്ള രാജാവ് എന്റെ ഉദരത്തിൽ കിടപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ യഹൂദയെ വംശത്തെ ജനിപ്പിച്ചത് ആരാണെന്നറിയാമോ? ലേയ. റാഹേലിന്റെ കയ്യിൽ യാക്കോബിന്റെ ഹൃദയമുണ്ട്, പക്ഷെ ലേയുടെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോലുണ്ട്. ഹോലി സ്പിരിറ്റ്. ലേയ, നിനക്ക് എങ്ങനെയാണ് ഈ യഹൂദായെ കൈ കിട്ടിയത്? ലേയ, നിനക്ക് എങ്ങനെയാണ് ഈ രാജ്യത്വം കൈ കിട്ടിയത്? ലേയ,
നിനക്ക് എങ്ങനെയാണ് ഈ അധികാരം കയ്യിൽ കിട്ടിയത്? ലേയ ഒറ്റ വാക്ക് പറയും, ദൈവം എന്നെ കണ്ടു. ആഹാ, ദൈവം നിന്നെ കണ്ട, നീ അത്ര സുന്ദരിയായിരുന്നോ? അല്ലല്ലല്ല, സൗന്ദര്യം ഉണ്ടെങ്കിൽ മനുഷ്യൻ കണ്ടേനല്ലോ, പ്രാപ്തി ഉണ്ടെങ്കിൽ മനുഷ്യൻ കണ്ടേനല്ലോ, കഴിവുണ്ടെങ്കിൽ മനുഷ്യൻ കണ്ടേനല്ലോ. പിന്നെ ദൈവം നിന്നെ എന്താ കണ്ടത്? അത് നീ വായിച്ചു നോക്കൂ. ഉൽപ്പത്തി 29:31 ഞാൻ അനിഷ്ട എന്ന് ദൈവം കണ്ടു. ഹാ, ദൈവം എന്റെ ഗർഭത്തെ തുറന്നു. ആമേൻ. The Lord is able to see your rejections. നിന്റെ നിന്ദകളെ, നിന്റെ ഹ്യൂമിലിയേഷനുകളെ, നിന്റെ റിജക്ഷനുകളെ ദൈവം കാണുന്നവനാണ്. അമേൻ, അമേൻ, അമേൻ. ആ റിജക്ഷനുകളെ ദൈവം കണ്ടിട്ട് എന്താണ് ചെയ്യുന്നതെന്നറിയാമോ? ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു, അവളുടെ അകത്തു നിന്നൊരു രാജാവിനെ പുറത്തു കൊണ്ടുവന്നു. ഇന്ന് പകൽക്കാലം ഉറപ്പായി വിശ്വസിച്ചാട്ടെ, എന്നെ കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അവൻ എൻ്റെ നിന്നയെ കാണുന്ന ദൈവമാണ്. അവൻ എൻ്റെ നിന്നയെ കണ്ട് അവൻ എൻ്റെ അകത്തുനിന്ന് ഒരു രാജാവിനെ പുറപ്പെടുവിക്കും. അവൻ എൻ്റെ അകത്തുനിന്ന് ഒരു ചെങ്കോലിനെ പുറപ്പെടുവിക്കും. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ നിന്നയിൽ കൂടി കടന്നു പോകുന്ന, ജീവിതത്തിന്റെ അനിഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന, അയ്യോ ഞാനൊരു അനിഷ്ടയാണെന്ന്, അയ്യോ ഞാനൊരു വെറുക്കപ്പെട്ടവനാണെന്ന്, അയ്യോ ഞാനൊരു ഒറ്റപ്പെട്ടവനാണെന്ന് നിന്റെ ഉള്ളം പറയുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം വചനം നിന്നോട് പറയുന്നു, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ലേയ അനിഷ്ട എന്ന് ദൈവം കണ്ടോ? ലേയ അനിഷ്ട എന്ന് ദൈവം കണ്ടിട്ട് എന്നാൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പോവുകയല്ല. പകരം ദൈവം എന്ത് ചെയ്യുകയാണ്? ലേയ, നീ അനിഷ്ടയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി നിന്റെ അടഞ്ഞ ഗർഭത്തെ തുറന്നു തരും. ഞാൻ രാജാവിനെ നിന്നിൽ നിന്ന് എഴുന്നേൽപ്പിക്കും. സ്തോത്രം, 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 സ്തോത്രം. ദൈവം അനിഷ്ടരെ കാണുന്ന ദൈവമാണ്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശു പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യന് കാഴ്ച കൊടുത്തു. എന്നാൽ 9-ാം അധ്യായം 35-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ അവനെ പുറത്താക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ആ മനുഷ്യൻ അന്ധനായിരുന്ന കാലത്തോളം അവന്റെ സമൂഹം അവനെ അംഗീകരിച്ചു. പക്ഷേ അവൻ എന്ന് കാഴ്ച കിട്ടിയോ അന്ന് അവർ അവനെ പുറത്താക്കി. ഞാൻ ഈ വചനം പറയുമ്പോൾ അനേകർക്ക് അവരുടെ ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേർന്ന കാലങ്ങൾ ഓർമ്മ കാണും. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ കുരുടനായ ഒരു മനുഷ്യന് സൗഖ്യം കിട്ടി. എന്നാൽ അതിന്റെ 35-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ അവനെ പുറത്താക്കി. എന്താ അവനെ പുറത്താക്കുവാൻ കാരണമെന്നറിയാമോ? അവന് സൗഖ്യം കിട്ടി? അല്ല, അവന്റെ കണ്ണ് തുറന്നു. ഇന്ന് ഞാൻ എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയട്ടെ, നിങ്ങളുടെ കണ്ണ് തുറന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ഈ തിരുവചന സത്യം ഒന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ ഈ സ്നാനത്തിന്റെ മഹത്വം ഒന്നും അറിഞ്ഞില്ല, നിങ്ങൾ ഈ ദൈവസഭയുടെ ശ്രേഷ്ഠതയൊന്നും അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവര് നിങ്ങളെ പുറത്താക്കുമായിരുന്നോ? അവര് നിങ്ങളെ പുറത്താക്കത്തില്ലായിരുന്നോ? അവര് നിങ്ങളെ പുറത്താക്കിയതിന്റെ കാരണം നിങ്ങളുടെ കണ്ണുകൾ തുറന്നത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലം പലരും പുറത്താക്കാതെ ഇന്നും ചിലയിടത്തൊക്കെ ചിലർ പറ്റിപ്പിടിച്ചിരിക്കുന്നെങ്കിൽ അതിന്റെ കാരണം അവരുടെ കണ്ണുകൾ തുറന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടുമാണ്. ഇന്ന് പകൽക്കാലം കണ്ണുകൾ തുറക്കപ്പെട്ടു, അതുകൊണ്ട് അവരെന്നെ പുറത്താക്കി. ദൈവത്തിന് സ്തോത്രം എന്ന് പറയാൻ കഴിയുന്നവർ മാത്രം കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കണ്ണുകൾ തുറന്നു എന്നറിഞ്ഞപ്പോൾ അവർ അവനെ പുറത്താക്കി. എന്നാൽ അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. ആ വാക്യം കേട്ടോ, അവർ അവനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. എന്നിട്ട് അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, അവനെ കണ്ടപ്പോൾ. കണ്ടോ, പുറത്താക്കപ്പെട്ടവനെ യേശു കണ്ടു, അനിഷ്ടയാക്കപ്പെട്ടവളെ യേശു കണ്ടു, പുറത്താക്കപ്പെട്ടവനെ യേശു കണ്ടു. The Lord is observing your rejections. ദൈവം നിന്റെ റിജക്ഷനുകളെ അവൻ കാണുകയാണ്. അവൻ റിജക്ഷനുകളെ കാണുകയാണ്. ദൈവം നമ്മളെ കാണുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാല്, ദൈവം നമ്മളെ കണ്ട രണ്ട് കാര്യങ്ങൾ ചെയ്യും. യെഹെസ്കേലിന്റെ പ്രവചനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഭയങ്കര ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. യെഹെസ്കേലിന്റെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 16-ാം അധ്യായം 5-ാം വാക്യം, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നി നിന്നെ വെളിം പ്രദേശത്ത് ഇട്ട് കളഞ്ഞു. അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നി നിന്നെ വെളിം പ്രദേശത്ത് ഇട്ട് കളഞ്ഞു. അപ്പോ വെറുക്കപ്പെട്ട, ജനിച്ചപ്പോഴേ വെറുക്കപ്പെട്ട ഒന്ന്, എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം? വെളിം പ്രദേശത്ത് ഇട്ട് കളഞ്ഞു. എന്നിട്ട് അതിന്റെ അടുത്ത വാക്ക് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ, എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്ന്
ഉരുളുന്നത് കണ്ട് നിന്നോട്. സ്തോത്രം. അപ്പൊ വെളിമ്പ്രദേശത്ത് ഇവള് ചത്തുപോകട്ടെ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് കളഞ്ഞെടുത്ത് കർത്താവ് ചെന്ന് എന്ത് ചെയ്യുകയാണ്? കാണുകയാണ്. അതിനകത്തൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? പൊല്യൂട്ടഡ് ഇൻ thine own blood. ആമേൻ. പൊല്യൂട്ടഡ് ഇൻ thine own blood. ഞാൻ അതിനകത്തൊരു കാര്യം പറയാം. ആമേൻ. നമ്മൾ പലപ്പോഴും തകർക്കപ്പെട്ടത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ ബ്ലഡ് തന്നെ നമ്മളെ ദ്രോഹിച്ചത്. അന്യമനുഷ്യരൊന്നും അല്ല കേട്ടോ. നമ്മുടെ DNA പെട്ടവര്, നമ്മുടെ ജനറ്റിക്സിൽപ്പെട്ടവര്, നമ്മുടെ ഫാമിലിയിൽപ്പെട്ടത്. ആമേൻ. നമ്മൾ പലപ്പോഴും കിടന്ന് ഉരുണ്ടത് എവിടെയാണെന്നറിയാമോ? ഓൺ ബ്ലഡിനകത്ത്. ഓൺ ബ്ലഡിനകത്ത്. ആമേൻ. ഇവിടെ പറയുകയാണ്, നിന്റെ ഓൺ ബ്ലഡിനകത്ത് കിടന്ന് നീ ഉരുളുന്നത് ഞാൻ കണ്ടു. അത് ആർക്കും കാണാതെ അവരെല്ലാവരും നിന്നെ എടുത്ത് വെളിമ്പ്രദേശത്തിട്ടോ. അന്ന് ഞാൻ എന്ത് ചെയ്തു? എനിക്ക് നിന്നോട് കരുണ തോന്നിയിട്ട് ഞാൻ നിന്നെ നന്നായിട്ട് പരിപാലിച്ചു. എന്നാൽ ആമേൻ. അപ്പോ ദൈവം നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ ഒന്ന് ദൈവം നമ്മളോട് കരുണ കാണിക്കുകയാണ്. വീണ്ടും അതിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, 8-ാം വാക്യം അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ജനിച്ച നാളിൽ ആർക്കും വേണ്ടായിരുന്നു. ആമേൻ. ചോരയിൽ കിടന്ന് ഉരുളുമ്പോൾ എല്ലാവരും വെളിയിൽ കളഞ്ഞു. പക്ഷെ 8-ാം വാക്യം കണ്ടോ? ഞാൻ നിന്റെ അരികത്തു കൂടി കടന്ന് നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന്റെ സമയമായി എന്ന് കണ്ടോ? ആമേൻ. അപ്പോൾ ചില നാളുകൾ കഴിഞ്ഞ് പിന്നെയും ചെന്നപ്പോൾ രക്തത്തിൽ കിടന്ന് പൊല്യൂട്ടഡ് ആയിട്ടല്ല ഇവളെ കാണുന്നത്. ദ ടൈം ഓഫ് ലവ്. ഇപ്പം നിന്നെ ആൾക്കാർക്ക് കണ്ട ഇഷ്ടമാണ്. ഇപ്പം നിന്നെ ആൾക്കാർക്ക് സ്നേഹിക്കണം. ആമേൻ. ഇപ്പം നിന്നെ ആൾക്കാർക്ക് ആമേൻ കൂടെ കൊണ്ടു നടക്കണം. ഇപ്പം നിന്നെ ആൾക്കാർക്ക് ഉപയോഗിക്കണം. പെട്ടെന്ന് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ആമേൻ. അത് നോക്കിയിട്ട് കർത്താവ് ഒരു ഉടുപ്പെടുത്തോണ്ട് വന്ന് അവളുടെ മേൽ ഇട്ടെന്നല്ല പറഞ്ഞത്, എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ച് എന്റെ നഗ്നത മറച്ചോ. ആമേൻ. ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്തിട്ട് നീ എനിക്കുള്ളവളാ, നിന്നെ തുടരുതെന്ന് ഞാൻ പറഞ്ഞെന്ന്. അപ്പോ ദൈവം ഒരു മനുഷ്യനെ കണ്ടാൽ ഒന്ന് അവനോട് കരുണ കാണിക്കും. രക്തത്തിൽ കിടന്ന് ഉരുണ്ടവളെ ജീവൻ പ്രാപിച്ചു വേണ്ടിയതെല്ലാം ദൈവം ചെയ്തു കൊടുത്ത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് നല്ല സുന്ദരിയായപ്പം, ആള് നല്ല സ്നേഹിക്കപ്പെടാൻ പരുവമായപ്പോൾ, ആമേൻ, ജീവിതത്തിൽ നന്മയായപ്പോൾ പിന്നെ അവളെ കണ്ടാൽ ഉപയോഗിക്കും, അവളോട് അസൂയ തോന്നുമെന്ന് അറിഞ്ഞ് കർത്താവ് അവളെ രണ്ടാമത് വന്ന് കണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. ഞാൻ ഇങ്ങനെ പറയും, അവൻ നമ്മളെ കണ്ടാൽ ആ കാഴ്ചക്കകത്ത് കരുണയുണ്ട്. അവൻ നമ്മളെ കണ്ടാൽ ആ കാഴ്ചക്കകത്ത് സംരക്ഷണമുണ്ട്. There is compassion in his sight and there is protection in his sight. ആമേൻ. ഒരു നിമിഷം ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. അവൻ എന്നെ കണ്ടാൽ, അവൻ എന്നെ കാണുന്ന കാഴ്ചക്കകത്ത് കരുണയുണ്ട്. കരുണ മാത്രമല്ല, സംരക്ഷണവുമുണ്ട്. ആമേൻ. ദൈവം നിന്റെ ഹ്യൂമിലിയേഷനുകളെ, ദൈവം നിന്റെ റിജക്ഷനുകളെ കാണുകയാണ്. ഞാൻ മുൻപോട്ട് പോകട്ടെ സഹോദരങ്ങളെ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 36-ാം വാക്യത്തിൽ യേശു കർത്താവ് പുരുഷാരത്തെ കണ്ടു. പുരുഷാരം ഇത്രയും പേരുണ്ടെന്നല്ല യേശു പറഞ്ഞത്. 9:36 പറയുകയാണ്, അവൻ പുരുഷാരത്തെ കണ്ടിട്ട് അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി അവരെ കണ്ടിട്ട് അവരെ കുറിച്ച് മനസ്സലിഞ്ഞു. യേശു അവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞു. ആ പുരുഷാരത്തിന്റെ എണ്ണത്തെ അല്ല കർത്താവ് കണ്ടത്. ഇടയനില്ലാത്ത ആടുകളെ പോലെ അവർ കുഴഞ്ഞ അവസ്ഥകളെ, അവർ ചിതറപ്പെട്ട അവസ്ഥകളെ യേശു കണ്ടു. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ടെ. ആമേൻ. നീ എവിടെ ഫെയിന്റ് ആയോ അവിടെ കർത്താവ് നിന്നെ കാണുന്നുണ്ട്. എവിടെ നീ എവിടെ നീ ചിതറപ്പെട്ടോ അവിടെ കർത്താവ് നിന്നെ കാണുന്നുണ്ട്. ഇന്ന് പകൽ ഉറപ്പായി വിശ്വസിച്ചാട്ടെ. എന്റെ ബലഹീനതകളെ, എന്റെ ക്ഷീണങ്ങളെ, എന്റെ കുഴഞ്ഞ അവസ്ഥകളെ കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. 2, എന്റെ ചിതറിപ്പോയ അവസ്ഥകളെ കാണുന്ന ഒരു ദൈവം എനിക്കുണ്ട്. വീണ്ടും പറയാൻ, ഇടയനില്ലാത്ത ആടുകളെ പോലെ, കരുതാൻ ഒരുത്തനില്ലാതെ, നടത്താൻ ഒരുത്തനില്ലാതെ, നയിക്കാൻ ഒരുത്തനില്ലാതെ, പരിപാലിക്കാൻ ഒരുത്തനില്ലാതെ കുഴഞ്ഞുപോയ, ചിതറിപ്പോയിടത്ത് എനിക്കായി കരുതുന്ന ഒരു നല്ല ദൈവത്തെ ഞാൻ കാണുന്നു. അവൻ എന്നെ കാണുന്നു. വിശ്വാസത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കണ്ടോ? അപ്പോ റാഹേലിനെ കണ്ട് യാക്കോബ് ഒരു ഉറവ തുറന്നു കൊടുത്തു. ഹാഗാറിനെ കണ്ട് ബെരേദിൽ വിടാതെ അവിടെ കാണുന്നവന്റെ അടയാളമായിട്ട് ഒരു ഉറവ കാണിച്ചു കൊടുത്തു. ആമേൻ. എന്നാൽ ലേയയുടെ നിന്നയെ കണ്ട ദൈവം അവളിൽ നിന്നൊരു രാജാവിനെ എഴുന്നേൽപ്പിക്കുകയാണ്. സ്തോത്രം.
ആമേൻ. കമ്പാഷൻ തോന്നേണ്ട സമയത്ത് നമ്മളെ കാണുക മാത്രമല്ല, അതിലപ്പുറമായി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട സമയത്തും നമ്മളെ കണ്ട് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ആമേൻ. നമ്മൾ കുഴഞ്ഞു പോയത് കാണുന്ന ദൈവം, നമ്മൾ ചിതറിപ്പോയത് കാണുന്ന ദൈവം, കുഴഞ്ഞു പോയതായി കണ്ട ദൈവം, ചിതറിപ്പോയതായി കണ്ട ദൈവം. പിന്നെയും പറയുകയാണ്, നിനക്കൊരു ഇടയനില്ലാത്തത് കാണുന്ന ദൈവം. ഇതൊക്കെ കണ്ടിട്ട് കർത്താവ് ന്യായം പറയുകയല്ല, വിമർശിക്കുകയല്ല. അത് കണ്ടിട്ട് അവൻ അവരോട് മനസ്സലിഞ്ഞു. അവൻ അവരോട് മനസ്സലിഞ്ഞു. അവൻ എന്നെ നോക്കിയാൽ അതിനകത്തൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അതിനകത്തൊരു കമ്പാഷൻ ഉണ്ട്, അതിനകത്ത് എനിക്കൊരു മനസ്സലിവുണ്ട്. എന്റെ സഹോദരങ്ങളെ, മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൽ തന്നെ, ഇതേ അധ്യായത്തിന്റെ മുകൾ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു സ്ത്രീ വന്ന് യേശുവിനെ തൊടുകയാണ്. പുറകിൽ കൂടെ വന്നവന്റെ വസ്ത്രത്തിന്റെ വിളുമ്പ് തൊട്ടോ, അവൾ സൗഖ്യത്തിനായി തൊട്ടതാണ്. ആ തൊട്ട മാത്രയിൽ എന്ത് സംഭവിച്ചോ? യേശു തിരിഞ്ഞ് അവളെ നോക്കിയെന്നാണ് പറയുന്നത്. ഇന്ന് ധൈര്യത്തോടെ യേശുവിനെ ഒന്ന് തൊട്ട്, ഇന്ന് ധൈര്യത്തോടെ കർത്താവിനെ ഒന്ന് അനുഗമിക്ക്, അവങ്കലേക്കൊന്ന് അടുത്തു വാ. ടച്ച് ഹിം, അവനെ ഒന്ന് തൊട്. ആമേൻ. ഈ ആരാധനയിൽ ജസ്റ്റ് വിശ്വാസികളെ എല്ലാവരെയും കണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഹായ് പറഞ്ഞിട്ട് പോവുകയല്ല. ഈ ആരാധനയിൽ എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം. ഈ ശുശ്രൂഷയിൽ എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം. അവർക്ക് ഒറ്റ കൊതിയേ ഉണ്ടായിരുന്നുള്ളൂ, ഐ വാണ്ട് ടു ടച്ച് ഹിം. എനിക്ക് അവനെ ഒന്ന് തൊടണം, എനിക്ക് അവനെ ഒന്ന് തൊടണം. ഇന്ന് പകൽക്കാലം അറ്റ്ലീസ്റ്റ് എന്നോട് ചേർന്ന് നാദിരം തുറന്ന് പറഞ്ഞേ, എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം, എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം. ഒന്ന് വായി തുറന്ന് എന്നോട് ചേർന്ന് പറഞ്ഞേ, എനിക്ക് യേശുവിനെ ഒന്ന് തൊടണം. അവൾ അവനെ തൊട്ടു. അവൻ തിരിഞ്ഞ് അവളെ നോക്കി, തിരിഞ്ഞവളെ നോക്കി. എന്നിട്ട് അടുത്തതായിട്ട് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു, നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, ഈ 12 വർഷത്തിനകത്ത് ഈ സ്ത്രീയെ ആരെല്ലാം നോക്കിയെന്നറിയാമോ? ആരെല്ലാം നോക്കി? എത്രയോ ഡോക്ടേഴ്സ് നോക്കി, എത്രയോ സർജൻസ് നോക്കി, എത്രയോ സ്പെഷ്യലിസ്റ്റുകൾ നോക്കി. പക്ഷെ അവരാരും നോക്കിയിട്ട് എന്ത് സംഭവിച്ചില്ല? അവളുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം വന്നില്ല. പക്ഷെ യേശു അവളെ നോക്കിയപ്പോൾ അവളുടെ ജീവിതത്തിലെ ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായി എന്ന് എഴുതിയിരിക്കുന്നു. ഇന്ന് പകൽ വിശ്വസിച്ചാട്ടെ, അവൻ എന്നെ നോക്കിയാൽ അതിനകത്തൊരു സൗഖ്യമുണ്ട്. രഹസ്യ പ്രവർത്തനം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് അന്യഭാഷകളിൽ സംസാരിക്കാൻ കഴിയുന്നവർ അന്യഭാഷകളിൽ സംസാരിക്കട്ടെ. അവൻ നിന്നെ നോക്കിയാൽ അതിനകത്തൊരു സൗഖ്യമുണ്ട്. ഐ ഡിക്ലെയർ ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അവൻ നിന്നെ നോക്കിയാൽ അതിനകത്തൊരു സൗഖ്യമുണ്ട്. വിശ്വസിക്കുന്നവർ അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. യേശുവിന്റെ രക്തത്തിൽ ജയം, യേശുവിന്റെ രക്തത്തിൽ ജയം. ഇന്ന് രാത്രികാലം, ഈ പകൽക്കാലം ആരാധിക്കുന്ന ദൈവജനത്തെ എന്റെ കർത്താവ് നോക്കുകയാണ്. ദൈവ കുഞ്ഞെ, ദൈവം നിന്നെ നോക്കുകയാണ്. അവന്റെ നോട്ടത്തിൽ ഒരു സൗഖ്യമുണ്ട്, അവൻ തിരിഞ്ഞ് അവളെ നോക്കി, അവളുടെ ബാധ ഒഴിഞ്ഞു, സ്വസ്ഥമാക എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിന്നെ സൗഖ്യമാക്കുന്ന ഒരു നോട്ട, നിന്നെ വിടുവിക്കുന്ന ഒരു നോട്ട, നിനക്കെതിരായ ദുർബാധകളെ ശാസിക്കുന്ന ഒരു നോട്ട, നിനക്കെതിരായ വെല്ലുവിളികളെ ശാസിക്കുന്ന ഒരു നോട്ട. അവൻ അവളെ നോക്കി, അവളിൽ സൗഖ്യമായി. ഇന്ന് പകൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും അധികാരത്തിൽ കുഞ്ഞാടിന്റെ രക്തം ചൊല്ലി ഞാൻ ജനത്തിന്റെ നടുവിൽ സൗഖ്യങ്ങളെ കൽപ്പിക്കുന്നു. ഇത് ദൈവം നോക്കുന്ന കുടുംബം, ഇത് ദൈവം നോക്കുന്ന ശരീരങ്ങൾ, ഇത് ദൈവം നോക്കുന്ന കുഞ്ഞുങ്ങൾ, ഇത് ദൈവം നോക്കുന്ന സഭ. ഇതിനകത്തൊരു രോഗത്തിന് വാഴാൻ കഴിയത്തില്ല, ഇതിനകത്തൊരു ബാധകൾക്കും വാഴാൻ കഴിയത്തില്ല. And I command perfect healing in the name of Jesus. യേശുവിന്റെ നാമത്തിൽ പരിപൂർണമായ സൗഖ്യത്തെ ഞാൻ ദൈവാധികാരത്തിൽ releasing it in Jesus name. latana ratana ratana praja lacha rama haturia. നിന്നെ സൗഖ്യമാക്കേണ്ടതിന് അവൻ നിന്നെ നോക്കുകയാണ്, നിന്നെ വിടുവിക്കേണ്ടതിന് അവൻ നിന്നെ നോക്കുകയാണ്. There is healing in his observation. There is healing in his sight. Holy Spirit, thank you Master, thank you Master. Amen. കരങ്ങളെ ഉയർത്തി എന്നോട് ചേർന്ന് പറഞ്ഞേ, യേശു എന്നെ നോക്കി, യേശു എന്നെ നോക്കി, യേശു എന്നെ നോക്കി, യേശു എന്നെ നോക്കി. ബാലാസ്, ഞാൻ അവനെ തൊട്ടു, അവൻ എന്നെ നോക്കി. ഞാൻ അവനെ തൊട്ടു, അവൻ എന്നെ നോക്കി. ഞാൻ അവനെ തൊട്ടു, അവൻ എന്നെ നോക്കി.
ജോയ്സ് ഫാമിലിയുടെ അടുക്കൽ ഞാൻ വളരെ ഗൗരവകരമായി പറയുകയാണ്. പരിശുദ്ധാത്മാവ് അതിശക്തമായി സഭയ്ക്കകത്ത് വ്യാപരിക്കുന്നു. വരും ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൽ നിന്ന് ചിലത് പ്രാപിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവർത്തികൾ കാണുവാൻ, prepare to receive and interact with the Holy Ghost. I can sense a extraordinary spirit, authority, spiritual presence in the church. ദൈവസഭയ്ക്കകത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ ഞാൻ ഇന്ന് ഈ ആരാധനയിൽ ഫീൽ ചെയ്യുന്നു. റിജോയ്സ് ഫാമിലിയുടെ അടുക്കൽ ഞാൻ ഗൗരവപരമായി പറയുന്നു, പരിശുദ്ധാത്മാവ് ഭയങ്കര ഡീപ്പായിട്ട് നിങ്ങളുടെ നടുവിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ഹോളി ഗോസ്റ്റ് തൊട്ടവനെ നോക്കിയ ദൈവം. ആമേൻ. ഞാൻ അവനെ തൊട്ടു, അവൻ എന്നെ നോക്കി. ഒന്ന് പറഞ്ഞേ, ഞാൻ അവനെ തൊട്ടു, അവൻ എന്നെ നോക്കി. താങ്ക് യു ജീസസ്. എന്റെ സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം. ആമേൻ. പുറപ്പാട് 3:4 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. മോശ വരുന്നത് യഹോവ കണ്ടപ്പോൾ, മോശ വരുന്നത് യഹോവ കണ്ടു. ദൈവം മോശയെ കണ്ടു. നല്ലൊരു വാക്ക്. മോശയെ യഹോവ കണ്ടു. മോശയുടെ ജീവിതത്തിൽ മോശയെ കണ്ട പ്രധാനപ്പെട്ട 3 പേരെ നമുക്ക് കാണാം. അതിൽ ഒന്നാമത് മോശ കണ്ടത് ആരാണെന്നറിയാമോ? 2-ാം അധ്യായം 2-ാം വാക്യം നിങ്ങളൊന്ന് വായിച്ച്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ശിശു സുന്ദരൻ എന്ന് കണ്ടു. ആരാ കണ്ടതെന്നറിയാമോ? അപ്പനും അമ്മയും. അതുകൊണ്ട് എന്തോ പ്രയോജനം? 3 മാസം അവനെ ഒളിപ്പിച്ചു വെച്ചു. അപ്പനും അമ്മയും കണ്ടാൽ, അപ്പന്റെ അമ്മയുടെ സൈറ്റിന്റെ വാലിഡിറ്റി 3 മാസം. അപ്പനും അമ്മയും കണ്ടാൽ, നിന്റെ സങ്കടം അപ്പനും അമ്മയും കണ്ടാൽ, നിന്റെ വേദന അപ്പനും അമ്മയും കണ്ടാൽ, നിന്റെ ആവശ്യകത അപ്പനും അമ്മയും കണ്ടാൽ, നിന്റെ നിയോഗം അപ്പനും അമ്മയും കണ്ടാൽ, അപ്പനും അമ്മയ്ക്ക് 3 മാസത്തെ വാലിഡിറ്റിയേ ഉള്ളൂ. അപ്പന്റെ അമ്മയുടെ കരുതലിന് 3 മാസത്തെ വാലിഡിറ്റിയേ ഉള്ളൂ. നിന്റെ ജോലി പോയെന്ന് അമ്മ അറിഞ്ഞാൽ 3 മാസം ചോറ് തരാം. നിന്റെ കാര്യങ്ങൾ നഷ്ടമായെന്നറിഞ്ഞാൽ 3 മാസം മനുഷ്യന് നിന്നെ സഹായിക്കാം. അത് കഴിഞ്ഞപ്പോൾ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, അവിടെ ഫറവോന്റെ പുത്രി അവൾ ഞാങ്ങണയുടെ ഇടയിൽ പെട്ടകം കണ്ടു. മോശ ആര് കണ്ടെന്നറിയാമോ? ആദ്യം കണ്ടത് അപ്പനും അമ്മയും. പിന്നീട് കണ്ടത് ആരാണെന്നറിയാമോ? ഫറവോന്റെ പുത്രി കണ്ടു. ആമേൻ. ഫറവോന്റെ പുത്രി കണ്ടു. അതിന് പ്രയോജനമുണ്ടായി. ചില വർഷങ്ങൾ മോശയ്ക്ക് പ്രയോജനമുണ്ടായി. അപ്പനും അമ്മയും കണ്ടത് മാസങ്ങളുടെ പ്രയോജനം. പക്ഷെ വലിയൊരു അധികാരി കണ്ടപ്പോൾ വർഷങ്ങളുടെ പ്രയോജനം. ഞാൻ പറയട്ടെ, മനുഷ്യൻ കണ്ടാൽ അതിന്റെ പ്രയോജനം ചില മാസങ്ങൾ നീണ്ടു നിൽക്കും, ചില വർഷങ്ങൾ നീണ്ടു നിൽക്കും. പക്ഷെ ഒരു യാഥാർത്ഥ്യം പറയട്ടെ, അത്രേ ഉള്ളെന്ന്. പക്ഷെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മോശയെ ദൈവം കണ്ടു. അപ്പനും അമ്മയും കണ്ടു, ചില മാസങ്ങളുടെ അനുഗ്രഹം. ഫറവോന്റെ പുത്രി കണ്ടു, ചില വർഷങ്ങളുടെ അനുഗ്രഹം. പക്ഷെ ഇപ്പോൾ ആരാ കണ്ടതെന്നറിയാമോ? ദൈവം കണ്ടു. ഈ മോശയെ ദൈവം കണ്ടതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? 3-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കാമോ? 3-ാം അധ്യായം 1-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായപ്പനുമായി യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്ക് അപ്പുറത്ത് ഹോരേബ് വരെ കൊണ്ടു ചെന്നു. ദൈവത്തിന്റെ പർവ്വതമൊന്നും അന്നില്ല കേട്ടോ. ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു. രാവിലെ 10 ആടിനെ കണ്ട്, ഞാൻ 10 ആടെന്നങ്ങ് പറയുകയാണ്. രാവിലെ 10 ആടിനെ എടുത്തുകൊണ്ട് മോശ വെളിയിലിറങ്ങിയപ്പോൾ എവിടെ ചെന്ന് തീരുവെന്നറിയാത്ത വിശാലമായ ഒരു മരുഭൂമി മുന്നിൽ കിടക്കുക. പക്ഷേ മോശ ആ മരുഭൂമിയെ കണ്ടിട്ട് പിൻവാങ്ങിയില്ല. മോശയ്ക്കൊരു ഉറപ്പുണ്ടായിരുന്നു, ഈ മരുഭൂമിക്കൊരു അപ്പുറമുണ്ട്. ആ അപ്പുറം തേടി മോശ സഞ്ചരിക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും മരുഭൂമി വരുമ്പോൾ നമ്മൾ പറയും, ഈ മരുഭൂമിയിൽ ഞങ്ങൾ ചാകത്തേ ഉള്ളൂ,
ഈ മരുഭൂമി ഞങ്ങൾ തീരത്തേ ഉള്ളൂ. പക്ഷെ മോശയ്ക്ക് ഒരു ഉറപ്പുണ്ടായിരുന്നു, ഈ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, ഈ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. വിതയും കൊയ്ത്തും ഇല്ലാത്ത ഈ മരുഭൂമിക്ക് അപ്പുറമുണ്ട്. സങ്കടത്തിന്റെ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. ഞാൻ ഈ മരുഭൂമിയിൽ അവസാനിക്കത്തില്ല. ഈ മരുഭൂമിക്ക് അപ്പുറം എനിക്കൊരു ജീവിതമുണ്ട്. ഈ മരുഭൂമി, ദിസ് ഈസ് നോട്ട് മൈ ഡെഡ് എൻഡ്. ഈ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. ഈ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. ഈ പ്രശ്നത്തിനൊരു അപ്പുറമുണ്ട്. ഈ പ്രതിസന്ധിക്ക് ഒരു അപ്പുറമുണ്ട്. രാവിലെ എഴുന്നേറ്റ് മരുഭൂമി കണ്ടിട്ട് വീട്ടിൽ കയറാതെ, മരുഭൂമി കണ്ട് അവിടെ എവിടെയെങ്കിലും ചുറ്റിപ്പറ്റി നിൽക്കാതെ, മരുഭൂമിക്ക് ഒരു അപ്പുറം ഉണ്ടെന്ന് വിശ്വസിച്ച് പുറപ്പെട്ട മോശയെ കണ്ടപ്പോ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. മോശ പറഞ്ഞ, ഇവനെ കൊള്ളാം. ചെങ്കടലിനൊരു അപ്പുറം ഉണ്ടെന്ന് ഇവൻ വിശ്വസിക്കും. മരുഭൂമിക്ക് അപ്പുറം ഒരു യോർദാൻ ഉണ്ടെന്ന് ഇവൻ വിശ്വസിക്കും. യോർദാൻ അപ്പുറം ഒരു കനാൻ ഉണ്ടെന്ന് ഇവൻ വിശ്വസിക്കും. ദൈവം മോശയുടെ അടുക്കൽ മിണ്ടാൻ തുടങ്ങി. കാരണം ആദ്യം മോശ 10 ആടുകളെ കൊണ്ട് മരുഭൂമിക്ക് അപ്പുറം വന്നു. ദൈവം പറഞ്ഞടാ, 10 ആടുകളെ കൊണ്ട് മരുഭൂമിക്ക് അപ്പുറം നടക്കാൻ ഇവന് കെപ്പുണ്ടെങ്കിൽ, ഈ മരുഭൂമിക്ക് അപ്പുറം ഈ ആടിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് കാണുമെന്ന് ഇവൻ വിശ്വസിച്ചെങ്കിൽ, പിന്നെ ഇവനെ ഞാൻ 10 പേരെ അല്ല, ഞാൻ 25 ലക്ഷം പേരെ ഏൽപ്പിക്കും. അവൻ മരുഭൂമിയിൽ അധൈര്യപ്പെടത്തില്ല. അവനൊരു ഉറപ്പുണ്ടായിരിക്കും, ഈ മരുഭൂമിക്ക് അപ്പുറം ഒരു കനാനുണ്ടെന്ന് അവനൊരു ഉറപ്പുണ്ട്. ഇന്ന് പകൽ ഞാൻ എന്റെ ദൈവമക്കളുടെ അടുക്കൽ പറയുകയാണ്, നിന്റെ മരുഭൂമി കണ്ട് ഇത് നിന്റെ ഡെഡ് എൻഡ് ആണെന്ന് പറയരുത്. ഈ മരുഭൂമിക്ക് ഒരു അതർ സൈഡ് ഉണ്ട്. യു ഷാൽ ക്രോസ് ദ വിൽഡർനെസ്, യു ഷാൽ പാസ് ഓവർ ദ ജോർദാൻ, ആൻഡ് യു ഷാൽ സീ ദ cherished, flourished land of Canaan, the promised land. Beyond wilderness there is a promised land. എന്നോട് ചേർന്നൊന്ന് പറയാമോ, ഈ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്തിട്ട് പറഞ്ഞേ, ഈ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. ഈ മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. ആരാ പറഞ്ഞു ഈ മരുഭൂമിയിലെല്ലാം തീർന്നെന്ന്? ആരാ പറഞ്ഞു ഈ മരുഭൂമിയിൽ എന്റെ ശവം അടക്കുമെന്ന്? ഇസ്രായേൽ പറഞ്ഞു ഈ മരുഭൂമി ഞങ്ങളുടെ ശവം വീഴുമെന്ന്. പക്ഷെ യോശുവയും കാലേബും പറഞ്ഞു, മരുഭൂമി ശവം വീഴാനല്ല തമ്പുരാൻ മിസ്രയീമിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്നത്. ആമേൻ. പകരം എന്താണ്? മിസ്രയീം വീട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും, ആശ്വാസദേശമൻ മുൻപിലുണ്ട്. ഒന്ന് പറഞ്ഞേ, കരമുയർത്തി. മിസ്രയീം വീട്ടതിൽ ഖേദിപ്പാനില്ലൊന്നും, ആശ്വാസദേശമൻ മുൻപിലുണ്ട്. ഈ ആശ്വാസദേശത്തെ കണ്ടോണ്ടല്ല പാടുന്നത്. മരുഭൂമിയുടെ വിജനതയ്ക്കകത്ത് നിന്നുകൊണ്ട്, ചുട്ടുകൊള്ളുന്ന മണലാരണ്യത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാ, ഇവിടെ എന്റെ ശവം വീഴത്തില്ല, ഇതിനപ്പുറം എനിക്കൊരു ആശ്വാസദേശമുണ്ട്. വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം. ക്രോസ് ദ വിൽഡർനെസ്, പ്രൊക്ലെയിം. വിശ്വാസത്തോടെ പറ, ഈ മരുഭൂമിക്കൊരു അപ്പുറമുണ്ട്. അങ്ങനെ മരുഭൂമിക്ക് അപ്പുറത്തേക്ക് മോശ കടന്നു ചെന്നു. മരുഭൂമിക്ക് അപ്പുറത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ, ഈ പോകുന്ന വഴി വേണമെങ്കിൽ ഈ ആടുകൾ മരുഭൂമി വീണ് ചാകാന്ന് ചിന്തിക്കണ്ടേ? ഈ പുള്ളി ഇതൊന്നും ചിന്തിച്ചില്ല. ആടിനെ പിടിച്ചോണ്ടങ്ങ് പോയി. ഈ മരുഭൂമിക്ക് അപ്പുറമുണ്ട്. എത്ര കിലോമീറ്റർ പോയ അപ്പുറത്ത് അതൊന്നും എനിക്കറിയില്ല. ഞാനങ്ങ് പോവുക. എനിക്കൊരു ഉറപ്പുണ്ട്, മരുഭൂമിക്ക് ഒരു അപ്പുറമുണ്ട്. അതെ, ആ മരുഭൂമിക്ക് അപ്പുറം ചെന്ന് കഴിഞ്ഞപ്പോ ഇതാ അവിടെ തീ പിടിക്കുന്നു. തീ പിടിക്കുന്ന ആടിനെ മേയ്ക്കാൻ പോകുന്നവൻ തീ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉള്ള ആടിനെ പിടിച്ചോണ്ട് വീട്ടിൽ പോകണ്ടേ? പിന്നെ നീ തീ കാണാൻ കയറിപ്പോയി കഴിഞ്ഞാൽ ഈ ആടും കൂടെ പോയി നഷ്ടപ്പെട്ടു പോകത്തില്ലേ? പക്ഷെ മോശ എന്ത് ചെയ്തെന്നറിയാമോ? തീ കാണാനായിട്ട് കേരളത്തിലേക്ക് കയറിപ്പോയി. മരുഭൂമിയിൽ ആരെങ്കിലും തീ കാണാൻ കയറിപ്പോവോ? പക്ഷെ തീ കാണാൻ കയറിപ്പോയാ പ്രതിസന്ധിയുടെ നടുവിലും അത്ഭുതങ്ങളിൽ വിശ്വസിച്ച്, അതാ പറയുന്നത്, മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ അത്ഭുത കാഴ്ച എന്ത് എന്ന് കാണേണ്ടതിന് ഞാനൊന്ന് കയറി ചെല്ലട്ടെ എന്ന് പറഞ്ഞ് വലിയ കാഴ്ച മൂന്നാം വാക്യത്തിൽ വരുമ്പോൾ വായിക്കണമെന്നില്ല. 3-ാം വാക്യത്തിൽ പറയുകയാണ്, ഉൾപ്പടർപ്പ് വെന്തു പോകാത്ത ഈ വലിയ കാഴ്ച എന്ത് എന്ന് ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മോശ ഇങ്ങനെ മേളിലോട്ട് കയറിപ്പോവുകയാ. ആമേൻ. പ്രതിസന്ധികളുടെ നടുവിൽ ചില വലിയ കാഴ്ചകളെ കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. ആമേൻ. വെല്ലുവിളികളുടെ നടുവിൽ മരുഭൂമിക്ക് അപ്പുറം ചില വലിയ കാഴ്ചകളെ കാണാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ. ഇന്ന് പകൽ നീ ചെറിയതൊന്നും കാണാനല്ല, വലിയത് ചിലത് കാണാനാണ്. വലിയ കാഴ്ച കാണാൻ തക്കവണ്ണം കയറി ചെല്ലുന്ന
സ്തോത്രം. മോശെ ദൈവം കണ്ടു. മോശെ ദൈവം കണ്ടു. മോശെ ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. അപ്പനും അമ്മയും കണ്ടപ്പോൾ 3 മാസത്തെ വാലിഡിറ്റി ചാർജ് ചെയ്ത് കൊടുത്തു. ആമേൻ, സ്തോത്രം. ആമേൻ. ഫറവോന്റെ പുത്രി കണ്ടപ്പോൾ ആനുവൽ സബ്സ്ക്രിപ്ഷൻ ചാർജ് ചെയ്ത് കൊടുത്തു. പക്ഷെ ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇറ്റേണൽ പാക്കേജ് ദൈവം മോശയുടെ കയ്യിൽ കൊടുത്തു. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം. പേരൻസ് ഒരു മന്ത്ലി വാലിഡിറ്റി ചാർജ് ചെയ്ത് കൊടുത്തപ്പോൾ, സ്തോത്രം, ആമേൻ, ഫറവോന്റെ പുത്രി ഒരു ആനുവൽ സബ്സ്ക്രിപ്ഷൻ ചാർജ് ചെയ്ത് കൊടുത്തപ്പോൾ എന്റെ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറ്റേണൽ റീചാർജിന് ദൈവം ചെയ്തു കൊടുത്തു. ഒരു ഇറ്റേണൽ, ഒരു ലൈഫ് ലോങ് ഇറ്റേണൽ ഗ്ലോറി ദൈവം കൊടുത്തു. അങ്ങനെ ദൈവം മോശയെ കണ്ടു കഴിഞ്ഞപ്പോൾ മോശയുടെ കയ്യിലിരുന്ന വടി ദൈവത്തിന്റെ വടിയായി. മോശയുടെ അധികാരം ദൈവത്തിന്റെ അധികാരമായി. എവരിതിങ് ട്രാൻസ്ഫോംഡ്, എവരിതിങ് ട്രാൻസ്ഫോംഡ്, എവരിതിങ് ട്രാൻസ്ഫോംഡ്. ഹോലി സ്പിരിറ്റ്. മോശയെ കണ്ട ദൈവം എന്നെയും കാണുന്നത് കൊണ്ട് സ്തോത്രം. മോശയെ കാണുന്ന ദൈവം എന്നെയും കാണുന്നത് കൊണ്ട് സ്തോത്രം. എന്റെ സഹോദരങ്ങളെ, ദൈവം നമ്മളെ കണ്ടാൽ വലിയ അത്ഭുതങ്ങളുണ്ട് കേട്ടോ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം മമ്രേ തോപ്പിൽ വന്ന് അബ്രാമിനെ കണ്ടു, വാഗ്ദത്തം കൊടുത്തു. അബ്രാം കൊടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന 2 ദൂതന്മാരെ ദൈവം സൊദോമിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് ദൈവം മനസ്സിൽ പറയുക, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യമൊക്കെ അബ്രാമിന്റെ അടുക്കൽ പറയാതിരിക്കുവോ? ഞങ്ങൾ നല്ല സ്നേഹിതരല്ലേ? ദൈവം അവിടെ നിന്ന് അബ്രാമിന്റെ അടുക്കൽ പറഞ്ഞു, അബ്രാം, സൊദോം ഗൊമോറയിൽ നിന്നുള്ള നിലവിളി ഭയങ്കരമാണ്. അവരുടെ നിലവിളിക്ക് ഒത്തവണ്ണമൊക്കെ അവിടെ സംഭവങ്ങൾ ഉണ്ടോ എന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവം അവിടെ നിന്ന് ഇറങ്ങി വന്നിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അബ്രഹാം ദൈവത്തിന്റെ അടുക്കൽ ഒരു ചോദ്യം ചോദിച്ചു. കർത്താവേ, അവിടെ ഒരു 50 നീതിമാന്മാരെ നീ കണ്ടാൽ, 50 നീതിമാന്മാരെ കണ്ടാൽ. ദൈവം പറഞ്ഞു, 50 പേരെ കണ്ടാൽ ഞാൻ ആ പട്ടണം നശിപ്പിക്കത്തില്ല. കുറെ കഴിഞ്ഞപ്പം ചോദിച്ചു, കർത്താവെ, 5 പേര് കുറഞ്ഞാലും കുഴപ്പമുണ്ടോ? 45, നോ പ്രോബ്ലം. അല്ല കർത്താവെ, അത് 40 ആയാലോ? 40 പേരെ നീ കണ്ടാൽ, 40 നീതിമാന്മാരെ കണ്ടാൽ നശിപ്പിക്കത്തില്ല. പിന്നെ 5 ഒന്നുമല്ല, പുള്ളി ഒറ്റയടിക്ക് അങ്ങ് കുറച്ചു, ഹാഫ്. കർത്താവ് 20 പേരെ കണ്ടാലോ? ഞാൻ നശിപ്പിക്കത്തില്ല. കർത്താവെ, 10 പേരെ കണ്ടാലോ? ഞാൻ നശിപ്പിക്കത്തില്ല. കർത്താവെ, കുറച്ചും കൂടെ കുറച്ചോട്ടെ. ഞാൻ ഇനിയും ചോദിക്കത്തില്ല കർത്താവെ, ഞാൻ ഇനിയും ചോദിക്കത്തില്ല. അവസാനമായിട്ട് ചോദിക്കുക. അബ്രാം ചോദ്യം നിർത്തി, ദൈവം മറുപടി നിർത്തി. പക്ഷെ ദൈവത്തിന് പറയാനൊരു മറുപടി ഉണ്ടായിരുന്നു. പക്ഷെ അബ്രാം ചോദിക്കാതെ എങ്ങനെയാ പറയുന്നത്? ഇന്ന് പകൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ അടുക്കലൊക്കെ ഞാൻ പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി തരാൻ ദൈവത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ നീ ചോദിക്കാതെ എങ്ങനെ കർത്താവ് അത് തരുന്നേ? അബ്രാം ചോദിക്കാമായിരുന്നു, കർത്താവ്, ഒരു നീതിമാൻ ആ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ആ പട്ടണത്തെ രക്ഷിക്കാമോ എന്ന്. അബ്രാം ചോദിച്ചില്ല, ദൈവം മറുപടിയും പറഞ്ഞില്ല. പക്ഷെ ദൈവത്തിന്റെ മനസ്സിൽ ഇത് ഭയങ്കര സങ്കടമായിട്ട് കിടക്കുക. ഏറെ കാലങ്ങൾക്ക് ശേഷം BC 700-കളുടെ കാലഘട്ടത്തിൽ യെഹെസ്കേൽ പ്രവാചകൻ ബാബേലിൽ പോയി. ബാബേലിൽ പോയ സമയത്ത് ഈ അബ്രാമിന്റെ അടുക്കൽ സംസാരിച്ചതുപോലെ ദൈവം ഈ യെഹെസ്കേലിന്റെ അടുക്കൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ദൈവം ഒരു കാര്യം പറഞ്ഞു കേട്ടോ. എന്താണ് പറഞ്ഞതെന്നറിയാം? യെഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം വാക്യം. യെഹെസ്കേലിന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാം വാക്യം. അവിടെ പറയുകയാണ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ ഇവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. അബ്രാം 10ഉം 20ഉം 30ഉം 40ഉം 50ഉം 45ഉം ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പം കർത്താവ് അബ്രാമിനോട് പറയാനുള്ള മറുപടി ഇവിടെ യെഹെസ്കേലിന്റെ അടുക്കൽ പറയുക, ഞാൻ ഒരുത്തനെ കണ്ടാൽ ഞാൻ ആ പട്ടണത്തെ സംരക്ഷിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന എൻ്റെ അഭിഷക്ത ദൈവ സഹോദരങ്ങളുടെ അടുക്കൽ ഞാൻ ഒരു കാര്യം പറയുകയാണ്. നീ ഒരുത്തൻ മുഖാന്തരം ഖത്തർ സംരക്ഷിക്കപ്പെടും. ഞങ്ങൾ മുഖാന്തരം ഖത്തർ തകർക്കപ്പെടുകയില്ല. ഒരു നിമിഷം നാം ആയിരിക്കുന്ന രാജ്യത്തിനും പട്ടണത്തിനും വേണ്ടി കരങ്ങളെ ഉയർത്തിപ്പിടിച്ചാട്ട്, ലോർഡ് പ്രൊട്ടക്ട് അവർ നേഷൻ, ലോർഡ് പ്രൊട്ടക്ട് ദ ലാൻഡ്, Lord bless the land. ദൈവം ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് പ്രാർത്ഥനയുടെ മതില് കെട്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് കർത്താവ് റിജോയ്സ് ഫാമിലിയെ കണ്ട് ഖത്തറിനെ നശിപ്പിക്കാതിരിക്കും. കർത്താവ് റിജോയ്സ് ഫാമിലിയെ കണ്ട് ഖത്തറിനൊരു ഫേവർ ചെയ്യും. കർത്താവ് റിജോയ്സ് ഫാമിലിയെ കണ്ട് ഖത്തറിനൊരു ബ്ലെസ്സിംഗ് നൽകും. We believe it, oh Lord. Hallelujah. 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 സ്തോത്രം.
എന്റെ സഹോദരങ്ങളെ, ദൈവം ഒരു മനുഷ്യനെ കണ്ടാൽ, ഞാനൊരു സീക്വൻസ് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് ഭാഗങ്ങൾ കൂടെ പറഞ്ഞ് വേഗത്തിൽ പൂർത്തീകരിക്കാം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ആ തലമുറയിൽ ദൈവം അവനെ നീതിമാനായി കണ്ടു. ദൈവം അവനെ നീതിമാനായി കണ്ടു. ദൈവം അവനെ നീതിമാനായി കണ്ടു. ഐ ഹാവ് സീൻ, ഞാൻ നിന്നെ കണ്ടു, നീ നീതിമാനാണെന്ന് ഞാൻ കണ്ടു. 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത് നിന്റെ നീതിയെ ഞാൻ കണ്ടെന്ന. 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ എന്ത് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ളവരെയും ഓർത്തു. 7-ാം അധ്യായത്തിൽ കണ്ടു എന്ന് എഴുതിയെങ്കിൽ 8-ാം അധ്യായത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഓർത്തു എന്ന്. ഇനി 9-ാം അധ്യായം 1-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? ദൈവം നോഹയെയും അവന്റെ സകല പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, 7-ാം അധ്യായത്തിൽ കണ്ടു, 8-ാം അധ്യായത്തിൽ ഓർത്തു, 9-ാം അധ്യായത്തിൽ അനുഗ്രഹിച്ചു. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ മറന്നു കളയത്തില്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യും. കാണുന്ന ദൈവം ഓർക്കും, ഓർക്കുന്ന ദൈവം അനുഗ്രഹിക്കും. ആമേൻ. 7-ാം അധ്യായത്തിൽ എന്റെ ദൈവം എന്നെ കണ്ടു, 8-ാം അധ്യായത്തിൽ എന്റെ ദൈവം എന്നെ ഓർത്തു, 9-ാം അധ്യായത്തിൽ എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്നെയല്ല, എന്നെയും എന്റെ പുത്രന്മാരെയും. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചാട്ട് എന്നെ കണ്ട ദൈവം എന്നെ മറന്നു കളയത്തില്ല. അവൻ എന്നെയും എന്റെ തലമുറകളെയും അനുഗ്രഹിക്കും. വായി തുറന്നു പറഞ്ഞാട്ടെ, എന്നെ കണ്ട ദൈവം എന്നെ മറന്നു കളകയില്ല. അവൻ എന്നെയും എന്റെ തലമുറകളെയും അനുഗ്രഹിക്കും. നോഹയുടെ നീതിയെ ദൈവം കണ്ടു. നോഹയുടെ നീതിയെ ദൈവം കണ്ടു. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ 5-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആമേൻ. അവരുടെ വിശ്വാസത്തെ കർത്താവ് കണ്ടു. ഞാൻ വാക്യങ്ങളെ പറഞ്ഞു പോവുകയാണ്. നോഹയുടെ നീതിയെ ദൈവം കണ്ടു. പക്ഷപാത രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തെ കർത്താവ് കണ്ടു. യോനായുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുകയാണ്, അവരുടെ പ്രവർത്തികളെ ദൈവം കണ്ടു. അവർ തങ്ങളെ തന്നെ താഴ്ത്തി മാനസാന്തരത്തിന്റെ പ്രവർത്തികൾ, വിശുദ്ധിയുടെ പ്രവർത്തികൾ ചെയ്തപ്പോൾ ദൈവം അത് കണ്ടു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഹന്നയെ കുറിച്ച് പറയുകയാണ്, ദൈവം അവരുടെ സങ്കടത്തെ നോക്കി. ഇതേ വിഷയം 2 ശമൂവേൽ 16:12 പറയുകയാണ്. 2 ശമൂവേൽ 16:12. നോട്ട് എഴുതുന്നവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോകുകയാണ് വാക്യങ്ങളുടെ റെഫറൻസ്. 1 ശമൂവേൽ 1:11, 2 ശമൂവേൽ 16:12. അവിടെ പറയുകയാണ്, ദൈവം അവരുടെ സങ്കടത്തെ കണ്ടു, സങ്കടത്തെ കണ്ടു, സങ്കടത്തെ കണ്ടു, സങ്കടത്തെ കണ്ടു. വായി തുറന്ന് പറഞ്ഞേ, സങ്കടം കാണുന്ന ദൈവം, സങ്കടം കാണുന്ന ദൈവം, സങ്കടം കാണുന്ന ദൈവം, സങ്കടം കാണുന്ന ദൈവം, കണ്ണുനീര് കാണുന്ന ദൈവം, ഹൃദയത്തിന്റെ വേദനയെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം, എന്നെ കാണുന്ന ദൈവം. ഹന്ന പറഞ്ഞു, എന്റെ സങ്കടം നോക്കി എനിക്കൊരു കുഞ്ഞിനെ നൽകണം. ദാവീദ് പറഞ്ഞു, ഞാൻ കേൾക്കുന്നതൊക്കെ ശാപമാ, പക്ഷേ എന്റെ സങ്കടം നോക്കി ദൈവം അതിന്റെ ഔട്ട്കമ്മിനെ തിരിക്കും. എന്റെ ദൈവം എനിക്കൊരു ബ്ലെസ്സിങ്ങിനെ നൽകും. ഹോളി സ്പിരിറ്റ്. 2 ദിനവൃത്താന്തം 12:7. അതും കൂടെ ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. 2 ദിനവൃത്താന്തം 12:7. അവർ എന്റെ മുൻപാകെ എന്നെ തന്നങ്ങളെ തന്നെ താഴ്ത്തിയത് ഞാൻ കണ്ടു. തങ്ങളെ തന്നെ താഴ്ത്തിയത് ഞാൻ കണ്ടു. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, നമ്മൾ ദൈവസന്നിധിയിൽ താഴ്ത്തുന്നത്, വിനയപ്പെടുന്നത് ദൈവം കാണും. നമ്മളെ നിലപാട് വീണ് കിടക്കുന്ന ദൈവം കാണും. നമ്മൾ കരയുന്നത് ദൈവം കാണും. നമ്മൾ ഉപവസിക്കുന്നത് ദൈവം കാണും. നമ്മൾ കുറ്റങ്ങളെ ഏറ്റുപറയുന്നത് ദൈവം കാണും. നോഹ നീതിമാനെന്ന് ദൈവം കണ്ടു. കഫർനഹൂമിൽ വിശ്വാസത്തെ കർത്താവ് കണ്ടു. ഹന്നയുടെയും ദാവീദിന്റെയും സങ്കടത്തെ ദൈവം കണ്ടു. ലേയുടെ റിജക്ഷനെ ദൈവം കണ്ടു. നിനവേക്കാരുടെ പ്രവർത്തികളെ ദൈവം കണ്ടു. 2 ദിനവൃത്താന്തം 12:7 തങ്ങളെ തന്നെ താഴ്ത്തുന്നതിനെ ദൈവം കണ്ടു. ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. ഉൽപ്പത്തി 43:16. ആ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അവരോടുകൂടെ ബെന്യാമീനെ കണ്ടപ്പോൾ അവൻ തന്റെ ഗ്രഹവിചാരകനോട്, നീ പുരുഷന്മാരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി അവർ ഉച്ചയ്ക്ക് എന്നോടുകൂടെ ഭക്ഷണം കഴിക്കേണ്ടതിന് മൃഗത്തെ അറുത്ത് ഒരുക്കിക്കൊള്ളുക എന്ന് കൽപ്പിച്ചു. യോസെഫ് ബെന്യാമീനെ കണ്ടപ്പോൾ രൂബനെ കണ്ടിട്ട്
ശിമയോനെ കണ്ടിട്ട്, ലേവിയെ കണ്ടിട്ട്, നഫ്താലിയെ കണ്ടിട്ട്, ആശേറിനെ കണ്ടിട്ട്, ദാനിനെ കണ്ടിട്ട്, ഗാദിനെ കണ്ടിട്ട്, യഹൂദയെ കണ്ടിട്ട്, ആരെ കണ്ടിട്ടും ചെയ്യാത്ത ഒരു കാര്യം ബെന്യാമീനെ കണ്ടപ്പോൾ, യോസെഫ് ബെന്യാമീനെ കണ്ടപ്പോൾ യോസെഫ് പറഞ്ഞു, പ്രിപ്പയർ എ ഫീസ്റ്റ്. നിന്റെ കുടുംബത്തിലെ ബെന്യാമീൻ നീയാ. എന്നെ കണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും. എന്നെ കണ്ട് ദൈവം ഒരു വിടുതൽ ചെയ്യും. ബെന്യാമീൻ മുഖാന്തരം അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവരെ വീട്ടിൽ കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞു. 2, അവർക്ക് വേണ്ടി മൃഗത്തെ അറുത്ത് ഭക്ഷണം ഒരുക്കാൻ കൽപ്പിച്ചു. നിനക്ക് വേണ്ടി ദൈവം ചില കൽപ്പനകൾ പുറപ്പെടുവിക്കും, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ജനറേഷന് വേണ്ടി. അതിന്റെ കാരണം നീ ഒരുത്തനായിരിക്കും. യോസെഫ് ബെന്യാമീനെ കണ്ടപ്പോൾ ഇന്ന് പകൽ കണ്ണുകളെ അടച്ച ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞേ, എന്നെ ഒന്ന് കാണണമേ, എന്നെ ഒന്ന് കാണണമേ, എന്നെ ഒന്ന് കാണണമേ, എന്നെ ഒന്ന് നോക്കണമേ, എന്നെ ഒന്ന് നോക്കണേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ നോക്കുന്ന എല്ലാ വിധങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ നോക്കി എന്നുള്ളതിന്റെ അടയാളമായി ചില സൗഖ്യങ്ങൾ, അങ്ങ് ഞങ്ങളെ നോക്കി എന്നുള്ളതിന്റെ അടയാളമായി ചില പുതിയ ഉറവുകൾ. അടുത്ത പ്രാവശ്യം ഞാൻ ജോയ്സിൽ ശുശ്രൂഷിക്കുന്നതിന് മുന്നമേ ദൈവത്തിന്റെ ചില സൂപ്പർ നാച്ചുറൽ എക്സ്ട്രാ ഓർഡിനറി ബ്ലെസ്സിങ്സുകൾ, റിസോഴ്സസുകൾ, ഹീലിംഗുകൾ, വണ്ടർ വർക്കിംഗ്സ് ഞങ്ങൾ കാണട്ടെ. പ്രാർത്ഥിച്ച് സഭയെ അനുഗ്രഹിക്കുന്നു. അഭിഷിക്തനെയും കുടുംബങ്ങളെയും പൊതിഞ്ഞു പിടിക്കണേ. ആശ്രയിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. വീണ്ടും ഒരിക്കൽ കൂടെ നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി താങ്ക്സ്, ഒത്തിരി നന്ദി. ഗോഡ് ബ്ലെസ് യു.